Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Yes. Good morning, ma'am. Very, very good morning. Good morning, ma'am. Good morning. ചിരിച്ചത് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, വീണ്ടും ഞാൻ തന്നെ വരേണ്ടി വന്നു വേറെ ഒരെണ്ണം തീർക്കാനായിട്ട്. മിൽറോസ് ടീച്ചറിന്റെ ക്ലാസ് ആണ്. എമർജൻസി ആയിട്ട് ടീച്ചർക്ക് ഒരു ലീവ് വേണ്ടി വന്നു. ടീച്ചറിന്റെ മദറിലേക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പോ എമർജൻസി ആണല്ലോ, സോ വേറെ ആരും നമുക്ക് കയറാൻ പെട്ടെന്ന് സഡനായിട്ടൊക്കെ കയറുമ്പോ എളുപ്പം ചിലപ്പോ എല്ലാവർക്കും കയറാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വീണ്ടും വന്നു. വേറൊരു ക്ലാസ് ഒക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും തീർക്കേണ്ടത് തീർത്ത് തന്നെ വിടണം, അല്ലെങ്കിൽ പറ്റില്ലല്ലോ അല്ലെ, ബാക്കി വെക്കാൻ പറ്റില്ല. സോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചെറിയ ഭാഗം, ഒരു പോർഷൻ ടീച്ചർ അത് വ്യക്തമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ ടീച്ചർ എവിടെ വരെ എടുത്തു എന്നുള്ളത്. ഓക്കെ, ചാപ്റ്റർ നമ്പർ എത്രയാണെന്ന് പറയൂ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അത്രയും വരെ പോണം. ഫാർമസി കഴിഞ്ഞ അല്ലേ? അതെ. ഓക്കെ, യെസ്, സെക്കൻഡ് ചാപ്റ്റർ ആണ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എവിടെ വരെ ടീച്ചർ എടുത്തു, അല്ലെങ്കിൽ ഇനി എവിടെ ഹൈറാർക്കിയിൽ തുടങ്ങിയിരുന്നോ? നഴ്സിംഗ് ഡയറക്ടർ എടുത്തു സർ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരെ പഠിപ്പിച്ചു. ഏതിന്റെ നഴ്സിംഗ് ഡയറക്ടർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിപ്പിച്ചു. Nursing assistant, staff nurse. അതെന്താ പല പല സൈസ് പറയണേ? സ്റ്റാഫ് നഴ്സ് എന്ന് പറയുമ്പോ ഇവിടെ വരെ എത്തിയോ? ഇല്ല മിസ്, നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് തൊട്ടാണ് എടുക്കണ്ടേ. മിസ്, നഴ്സിംഗ് ഡയറക്ടർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിനുശേഷമുള്ള എടുക്കും. അതല്ലാന്ന് എനിക്ക് തോന്നുന്നു. നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് എടുത്തോ ഇല്ലയോ? ഇല്ല മിസ്, അത് തുടങ്ങണം. നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് തുടങ്ങിയാണ് എന്നൊരു ഡൗട്ട്. ആണോ? അതെ. പക്ഷെ ചില ആളുകൾ സൂപ്പർവൈസർ കഴിഞ്ഞു നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയാണ് എടുക്കണ്ടേന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അവിടുന്ന് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരെ എടുത്തിട്ടുണ്ട്. നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് ഓൾറെഡി കഴിഞ്ഞു, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, റൈറ്റ്? ഇല്ല മാം, നഴ്സിംഗ് ഡയറക്ടറാണ് കഴിഞ്ഞത്. നഴ്സിംഗ് സൂപ്പറിന്റെ എടുക്കണം. ആണോ? ടീച്ചർ ടീച്ചറും കുറച്ച് പിള്ളേർ കുറച്ച് കുട്ടികൾ പറയുന്നുണ്ടല്ലോ നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയാണ്. പല പല രീതിയിലാണല്ലോ പറയുന്നത്. അതെന്താ അങ്ങനെ? ആരെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടോ? ഇല്ല മാം, ഹെഡിങ് പറഞ്ഞ മാം, ഹെഡിങ് പറഞ്ഞതാ. ഓക്കെ ഓക്കെ, ശരി. നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് തൊട്ട് എടുക്കണം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ സമയം പോകുന്നത് കംപ്ലീറ്റ് ചെയ്യിക്കണം, അല്ലാണ്ട് പറ്റില്ല. കാരണം അത് ലാസ്റ്റത്തേക്ക് വെച്ചതുകൊണ്ടും പ്രശ്നമായി. ടീച്ചർ അത് ഇന്ന് തീർക്കാമെന്നുള്ള രീതിയിലായിരുന്നു അത്രയും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ ഹൈറാർക്കിക്കൽ ലെവൽ ഓഫ് നഴ്സിംഗില് നമുക്കറിയാം ഒരുപാട് നഴ്സസിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും അതിനൊരു എന്താ പറയാ അധികാര ആ ഒരു ശ്രേണി അനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഫ്ലോ ചാർട്ട് ഒക്കെ ചിലപ്പോൾ തെറ്റിച്ചു തരും. അപ്പൊ നിങ്ങളോടത് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ഏതാണ് സൂചിപ്പിക്കും, അതേതാണെന്ന് നിങ്ങളോട് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില് നമുക്ക് പറഞ്ഞതിനനുസരിച്ചിട്ട് നഴ്സിംഗ് സൂപ്രണ്ട്, നഴ്സിംഗ് ഡയറക്ടർ അറ്റ് ദ ടോപ്പ്, ഏറ്റവും മുകളിലത്തെ ലെവലിൽ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള നഴ്സിംഗ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതിന്റെ കീഴെ നഴ്സിംഗ് സൂപ്പറിണ്ടന്റ് നമ്മൾ വിളിക്കുന്നത്. നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത് പോലെ നഴ്സിംഗ് സൂപ്പർവൈസർ, അതിന് താഴെ നഴ്സിംഗ് ഇൻചാർജ്, അതിനുശേഷം സ്റ്റാഫ് നഴ്സ്, ദെൻ നഴ്സിംഗ് അസിസ്റ്റന്റ്. ആ ഒരു രീതിയിലേക്കാണ് അതിന്റെ ആ ഫ്ലോ ചാർട്ട് താഴേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞു, നഴ്സിംഗ്
നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. എന്താണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ആരാണ് എന്താണ് നോക്കുക. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആക്ട് ആസ് എ നഴ്സിംഗ് സെക്കൻഡ് നഴ്സിംഗ് കമാൻഡർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞിട്ട് നഴ്സിംഗിൽ എന്താ പറയാ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ മൊത്തത്തിലുള്ള നഴ്സിംഗിനെ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് കമാൻഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് കമാൻഡ് ആണ് എന്ന് വെച്ചാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ്, അതവിടെ പറയുന്നില്ല, ഇൻ ദ ആബ്സെൻസ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ, ഏതെങ്കിലും ഒരു കാരണവശാൽ നഴ്സിംഗ് ഡയറക്ടർ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമാൻഡ് ചെയ്യാനോ എന്തെങ്കിലും തീരുമാനങ്ങൾ മാനേജ്മെന്റുമായിട്ട് എടുക്കാനോ ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഉള്ളത്. ആൻഡ് ഓൾസോ he or she has to be responsible for handling management and supervision. അതായത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം നഴ്സിംഗ് സർവീസസ് മൊത്തം മാനേജ് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഏതൊക്കെ വിഭാഗങ്ങളിൽ നഴ്സുണ്ടോ നഴ്സുമാരെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് തന്നെയാണ്. ആൻഡ് നഴ്സിംഗ് ഡയറക്ടറുടെ ഹെൽപ്പോട് കൂടിയാണ് ഇവര് ഇത് ചെയ്യുക. നഴ്സിംഗ് ഡയറക്ടറും നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റും കൂടി ഒരുമിച്ച് അവർ രണ്ടും കൂടി പല കാര്യങ്ങളും എന്ത് ചെയ്യും മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് ഡയറക്ടർ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോ എന്താ പറയാ സ്ഥലത്തില്ല, എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റിയില്ല. സോ അവിടെ ആ നഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തെ ആ ഒരു അഭാവമായിട്ട് മാറ്റാതെ എന്ത് ചെയ്യണം, പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. അത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിനെ ചെയ്യാനുള്ള അധികാരമുള്ളൂ. സോ യു ഹാവ് ടു അണ്ടർലൈൻ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ് കേട്ടാ. നഴ്സിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയുണ്ടോ ആ ഒരു കാര്യങ്ങളിൽ എല്ലാം തന്നെ നഴ്സിംഗ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇൻ ദ ആബ്സെൻസ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ ഹി ഓർ ഷീ ഷാൽ ആക്ട് ആസ് ദ ഡയറക്ടർ. ഡയറക്ടറായിട്ട് തന്നെ ഡയറക്ടറുടേതായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതും നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആണോ? മനസ്സിലായോ? എങ്കിൽ വേഗം പറയാ. ഹൈറാർക്കിക്കൽ ലെവലില് ഓരോ നഴ്സസിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഉള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് നഴ്സിംഗ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയി വരിക, അല്ലെങ്കിൽ ഇന്ന ഒരു ഡ്യൂട്ടി തന്നിട്ട് അത് ആരുടേതാണ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡയറക്ടറിന്റെ, സൂപ്പറിൻറ്റൻഡന്റിന്റെ, അതുപോലെ നഴ്സിംഗ് അസിസ്റ്റന്റ്, സ്റ്റാഫ് നഴ്സ്, അതുപോലെ നഴ്സിംഗ് ചാർജ് എല്ലാവരുടെയും നഴ്സിംഗ് സൂപ്പർവൈസർ എല്ലാവരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒന്നാമത്തേത് ഹി ഓർ ഷീ വിൽ ഹെൽപ് ദ നഴ്സിംഗ് ഡയറക്ടർ. എന്ത് ജോലി നഴ്സിംഗുമായിട്ട് നഴ്സസിന്റെ കാര്യങ്ങളുമായിട്ട് എന്ത് പ്രവർത്തനങ്ങളോ ജോലികളോ ഒക്കെ ഉണ്ടെങ്കിലും അതിന് നഴ്സിംഗ് ഡയറക്ടറിനെ സഹായിക്കണം. നഴ്സിംഗ് ഡയറക്ടറുടെ ഒപ്പം നിന്ന് പല കാര്യങ്ങളും നഴ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റും അതിന്റെ സൂപ്പർവൈസറും ഒക്കെ നടത്തുമ്പോൾ നഴ്സിംഗ് ഡയറക്ടറുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. സെക്കൻഡ് വൺ അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. ഈ നഴ്സസിന് നമുക്കറിയാലോ, നമ്മൾ അറിയാതിരിക്കണം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യം. ഓരോ നഴ്സസിനും ഒരു മന്തിലോ അല്ലെങ്കിൽ വീക്കിലോ അവരുടെ ഡ്യൂട്ടി റോസ്റ്ററുകൾ തയ്യാറാക്കും. That means അവർ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ടൈം സ്കെഡ്യൂൾ എന്താണ്, ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അല്ലെ. അതിന്റെ ഒരു റോസ്റ്റർ തയ്യാറാക്കുക. ആ തയ്യാറാക്കുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അപ്പൊ നഴ്സസ് ഒക്കെ ഓരോ ഏതൊക്കെ ജോലികൾ ഏതൊക്കെ സമയത്ത് ചെയ്യണം അതിന്റെ ഒരു ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത്, അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മനസ്സിലായോ? റോസ്റ്റർ മനസ്സിലായോ? മാസ്റ്റേഴ്സ് റോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതായത് ഓരോ മാറി വരുമ്പോൾ അതനുസരിച്ച് ആ റോസ്റ്റർ തയ്യാറാക്കി ഓരോരോ നഴ്സസ്. ഇപ്പൊ പറയുന്ന ഒരു നഴ്സ് ഈ വീക്കില് മോർണിംഗ് ഷിഫ്റ്റിലായിരുന്നു, നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആകും. അങ്ങനെ അത് കൃത്യമായിട്ട് എന്താ പറയാ അപ്പോയിന്റ് ചെയ്ത് ആളുകൾക്ക് അവരവരുടെ നഴ്സസിന് അവരവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇന്ന സ്ഥലത്താണ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ആഴ്ച അടുത്തത്, അടുത്ത ആഴ്ച പിന്നെ അങ്ങനെ രീതിയിൽ. ക്ലിയർ ആണോ? രണ്ടാമത്തെ സെന്റൻസ് മനസ്സിലായോ? പോയിന്റ് ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. Check and confirm the duty roster of staff nurses prepared by nursing in charge. ഇനി നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കുന്ന ഡ്യൂട്ടി റോസ്റ്റർ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ഡ്യൂട്ടി നഴ്സിനുള്ളത് ആ ഡ്യൂട്ടി റോസ്റ്ററൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് കൊടുക്കുക, കൺഫേം ചെയ്യുക. ഓക്കെ ആണ്
ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ഡ്യൂട്ടി, ഇന്ന സമയത്ത് ഡ്യൂട്ടി എന്നുള്ളതൊക്കെ ആ ഡ്യൂട്ടി റോസ്റ്റർ ഓൾറെഡി നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ, അതനുസരിച്ച് തന്നെയാണോ ഓരോ നഴ്സസും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്, മാറിയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. അത് കൺഫേം ചെയ്യേണ്ടത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. To receive report from the night supervisor. രാത്രിയിലൊക്കെ ഓരോ ഫ്ലോറുകളൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടൊക്കെ ആളുകൾ ഉണ്ട്, അതിനും ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ നൈറ്റ് സൂപ്പർവൈസർ വന്നിട്ട് അവരവരുടെ ജോലി കൃത്യമായിട്ട് നഴ്സിംഗ് ആളുകളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിപ്പോർട്ട് പുള്ളിക്കാരൻ തയ്യാറാക്കണം. പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ ആരാണോ ആ നൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവര് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അത് നോക്കുക. എന്തൊക്കെയാണ് രാത്രിയിൽ നടന്നത്, എന്തൊക്കെ നഴ്സസ് ആയിരുന്നു ഡ്യൂട്ടിയിൽ, അവരുടെ എന്തെങ്കിലും അവർക്ക് പെട്ടെന്ന് എമർജൻസി ജോലികൾ വന്നോ, അവരെന്ത് ചെയ്തു, ഓൾ ദീസ് തിങ്സ്. അതിന്റെ റിപ്പോർട്ട് ആര് തയ്യാറാക്കും? നൈറ്റ് സൂപ്പർവൈസർ തയ്യാറാക്കും. ആൻഡ് അത് ഇവിടെ വാങ്ങിച്ച് നഴ്സിംഗ് സൂപ്രണ്ട് നോക്കി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഓർഗനൈസ് സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. അതായത് നഴ്സസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ്. തീർച്ചയായിട്ടും മീറ്റിംഗ് നടത്തേണ്ടി വരും. അത് റെഗുലർ ആയിട്ടൊക്കെ ഓർഗനൈസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. Keep the records of staff statistics in connection with the educational program. ഇനി ഏതെങ്കിലും തരത്തില് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഓൾവേസ് പല കാര്യങ്ങളും നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും നഴ്സസിനെ. ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം പ്രോഗ്രാമുകളിൽ ഏതൊക്കെ നഴ്സസ് പങ്കെടുത്തു അതിന്റെ ഒരു കണക്കെടുപ്പ്, അതിന്റെ ഒരു കണക്ക് സൂക്ഷിക്കുക. അപ്പൊ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിൽ വെൻ ദ സ്റ്റാഫ്സ് ആർ എന്താ പറയാ അവരുടെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഹൗ മെനി സ്റ്റാഫ് ഹാവ് വാസ് റെഡി ടു ഗോ, അതിനു വേണ്ടി അവര് ഏതൊക്കെ പേര് പോയി, ആരൊക്കെ അതിനുവേണ്ടി സന്നദ്ധരായി, ആരൊക്കെ പങ്കെടുത്തു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിൽ പങ്കെടുത്താലും അതിന്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. സൂപ്പറിൻറ്റൻഡന്റ് തന്നെയാണ് അതും കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദ വാർഡ്, അതായത് നഴ്സിംഗ് ഇൻചാർജ് ആണ് നീറ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നത്. നഴ്സിംഗ് ഇൻചാർജ് ഹോസ്പിറ്റൽസിന്റെ പല വാർഡുകളിലൊക്കെ ആരാണോ ഇൻചാർജ് ആയിട്ടുള്ളത് ആ വാർഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ഹൈജീനിക് ആണോ അത് സൂപ്പർവൈസ് ചെയ്യുക. അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും സൂപ്പർവൈസ് ചെയ്താൽ മതി. അതും സൂപ്പർവൈസറിന് തന്നെയാണ് ചെയ്യേണ്ടത്. അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും മറ്റ് സേവനങ്ങളുടെ നിയമങ്ങൾക്കും അനുസരിച്ച് തന്നെ ഓരോ വാർഡിലും എന്താ പറയാ നഴ്സിംഗ് കെയർ എങ്ങനെ കൊടുക്കണം അത് പ്ലാൻ ചെയ്യുക, അത് അറേഞ്ച് ചെയ്യുക. വാർഡുകളിൽ കൊടുക്കേണ്ട ചികിത്സകള് അത് എങ്ങനെയാണ്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിൽ അത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് അറേഞ്ച് ചെയ്യുകയും ചെയ്യണം, പ്ലാൻ ചെയ്യുകയും ചെയ്യണം. കാരണം നഴ്സസ് ആണ് എല്ലാം ചെയ്യേണ്ടത്, നഴ്സിംഗ് ഇൻചാർജ് മറ്റ് അതിന് താഴെയുള്ളവർ. പക്ഷെ സൂപ്പറിൻറ്റൻഡന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്നുകൂടി കൺഫേം ആക്കുക. എല്ലാവരും കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ഒരു മേൽനോട്ടം എന്തായാലും വേണം അല്ലെ. ഇപ്പൊ ഒരു ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ആ മാനേജ്മെന്റിനും അവരുടെ തലപ്പത്ത് ഇരുന്നാൽ മാത്രം പോരാ, താഴേക്കുള്ളവര് അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം അല്ലെ. അത് നോക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? തീർച്ചയായിട്ടും ജോലിക്കാര് പല പേഴ്സണൽസും എന്ത് ഉഴപ്പും അവരുടേതായ ഫുൾ 100% അവര് ആ ഒരു ഇത് കൊടുക്കില്ല ബിസിനസ് ഓർഗനൈസേഷനിൽ. അതുപോലെ തന്നെ ഏത് മേഖലയിലായാലും മാനേജ്മെന്റ് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കുഴപ്പവും. നമുക്ക് നമ്മളുടെ ഇച്ചിരി സമയം നമ്മൾ ആരും കാണാത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെടാത്തതൊക്കെ നമ്മൾ ചെയ്യും. ചിലപ്പോ ഇപ്പൊ കുറെ ദിവസമായി സംഗീതം വിളിച്ചിട്ട് ചിലന്ന് ഫോൺ ചെയ്യാം, 1/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഇരുന്ന് ഫോൺ ചെയ്യാം അല്ലെ. അപ്പൊ അതൊക്കെ നടക്കും ഇതിന്റെ കരുതി. സോ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക, എല്ലാം മാനേജ് ചെയ്യുക. സൂപ്പർവൈസ് ഇടയ്ക്കിടയ്ക്ക് അവര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴോ നമ്മൾ അത്തരം ആക്ടിവിറ്റീസ് ചെയ്യില്ല അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും അലർട്ടാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നാലോ അല്ലെ, മാനേജ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്ത് മാനേജ്മെന്റിലേക്ക് അറിയിച്ചാലോ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും അങ്ങനെയുണ്ട്. അപ്പൊ മാനേജ്മെന്റ് തലത്തിലാണ് ഇരിക്കുന്നതെങ്കിലും they have to supervise and monitor each and every activities related to nurses. നഴ്സസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ക്ലിയർ ആയോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സൂപ്പറിൻറ്റൻഡന്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? ഉണ്ടല്ലോ ആരും? യെസ്, ഓക്കെ. Okay, then
അടുത്തത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ആരാ? സൗണ്ട് മ്യൂട്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഒരു സൗണ്ടില്. സൂപ്പർവൈസർ ആണ്. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അടുത്ത ഹൈറാർക്കിക്കൽ ലെവലില് അടുത്ത താഴേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊസിഷൻ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നഴ്സിംഗ് സൂപ്പർവൈസർ തന്നെയാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ഒരു ലീഡർഷിപ്പ് ടീമാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവിനുള്ളത്. എന്ന് വെച്ചാൽ മറ്റ് നഴ്സസിന്റെ ഒരു ലീഡറാണ്. അപ്പൊ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നൊരു പൊസിഷനാണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർക്ക് ഉള്ളത്. ഒബ്വിയസ്ലി അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കും? നഴ്സസിനെ സൂപ്പർവൈസ് ചെയ്യുക. ഓരോ നഴ്സസും എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറുടെ പ്രത്യേകത എന്തായിരിക്കണം? He or she should work around the clock. 24 hours working ആണ് ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ 24 hours ഒരു ദിവസം ഒരു കുറപ്പില്ല എന്ന് നമുക്ക് തോന്നും. ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2 ദിവസം ആദ്യ ദിവസം ഒരാൾ സൂപ്പർവൈസർ ആയിരുന്നു, അടുത്ത ദിവസം ചിലപ്പോൾ അവർക്ക് ഓഫ് ആയിരിക്കും. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർക്ക് ഫുൾ ടൈം ഓരോ മാറി വരുന്ന മോർണിംഗ് ഷിഫ്റ്റിൽ വന്ന് ജോലി ചെയ്യുന്ന നഴ്സസ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന നഴ്സസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഷിഫ്റ്റുകൾ മാറി വരുമ്പോഴും ഈച്ച് ആൻഡ് എവറി നഴ്സസ് അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യണ്ടോന്ന് കൺഫേം ചെയ്യണമെങ്കിൽ they should work around the clock. 24 hours-ലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് should be ready to attend the patients. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ നഴ്സസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് പിടിച്ചില്ല പേഷ്യൻസിനെ. ഇപ്പൊ നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നഴ്സസ് ആണ് ഏറ്റവും അതിന്റെ കാര്യങ്ങൾ നഴ്സസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പേഷ്യൻസുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ളത്. പക്ഷെ അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ചിലപ്പോ പേഷ്യൻസിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല എങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് ദ പേഷ്യന്റ്. അതായത് വ്യക്തിപരമായിട്ട് അവർ ചെല്ലാനോ അല്ലെങ്കിൽ ഫോണിലാണെങ്കിലോ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോ വിളിച്ചാലും അവരുടെ അടുത്തേക്ക് ഓടിയെത്താനോ ഉള്ള കഴിവുള്ള ആളായിരിക്കണം നഴ്സിംഗ് സൂപ്പർവൈസർ. എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയില്ല, എനിക്ക് എന്തൊരു പോകണം, വൈ ഷുഡ് ഐ ഗോ, ബിക്കോസ് അവിടെ നഴ്സസ് ഉണ്ടല്ലോ ഇൻചാർജ് ആയിട്ടുള്ള, ഞാൻ എന്തിനാ സൂപ്പർവൈസർ അല്ലേ, ഞാൻ പോകേണ്ട എന്തിനാ എന്ന ആ മൈൻഡ് പറ്റില്ല. അവര് എന്തായാലും എപ്പോ വേണമെങ്കിലും വിളിച്ചാലും പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് അങ്ങനെയുള്ള കപ്പാസിറ്റി ഉള്ളവരെയാണ് നഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറുടെ എല്ലാ ഡ്യൂട്ടിയും ഓവർസീ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നഴ്സിംഗ് സൂപ്പർവൈസർ അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കും ആര്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ഓക്കെ, അപ്പൊ അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും നഴ്സിംഗ് സൂപ്പറിന്റെ മേൽനോട്ടത്തിലായിരിക്കും ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? നഴ്സിംഗ് സൂപ്പർവൈസർ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. നഴ്സിംഗ് സൂപ്പർവൈസർ is considered as nursing executive and is the part of leadership team and is considered, അത് ഓൾറെഡി പറഞ്ഞ ലീഡർഷിപ്പ് ടീം വരെ അണ്ടർലൈൻ ചെയ്തേ. വീണ്ടും നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഒരു പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു, വീണ്ടും രണ്ടാമത് അത് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട, പ്രാവശ്യം മതി. പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മറ്റൊരു പ്രത്യേകത വർക്ക് അറൌണ്ട് ദ ക്ലോക്ക്. അതുകൊണ്ട് സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. നഴ്സിംഗ് സൂപ്പർവൈസർ അവൈലബിൾ അറൌണ്ട് ദ ക്ലോക്ക്. പിന്നെ അടുത്തതും നഴ്സിംഗ് സൂപ്പർവൈസർ എപ്പോഴും പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ഓൺ കോൾ വന്നേ, ഓൺ കോൾ മീൻസ് ആ കോൾ വരുമ്പോ ഇന്ന പേഷ്യന്റിനെ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് അവിടെ എത്തണം. ഓക്കെ, അതിന്റെ അടുത്ത സെന്റൻസും നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സൂപ്പർവൈസറിനെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി എന്തൊക്കെയാണ് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഇതുപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, സ്കെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അവിടെയുള്ള ബാക്കിയുള്ള എംപ്ലോയീസിനെയൊക്കെ എന്താ പറയാ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാനും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് അവർക്ക് അറേഞ്ച്മെന്റുകൾ നടത്താനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, അവരുടെ കോച്ചിങ് എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യുക. ഇന്ന നഴ്സുമാർക്ക് എന്തെങ്കിലുമൊക്കെ ചില കുറവുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അറിയില്ല, സോ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ അത്, ആൻഡ് ഓൾസോ ഓവറോൾ ഡിസിപ്ലിൻ. എംപ്ലോയീസ് മീൻസ് നഴ്സസ് എല്ലാം തന്നെ ഡിസിപ്ലിൻഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത്. നഴ്സസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെലക്ഷൻ, ട്രെയിനിങ്, ഓറിയന്റേഷൻ, അസൈൻമെന്റ്, സ്കെഡ്യൂൾ, കോച്ചിങ്, പിന്നെ കൗൺസിലിംഗ്, ഡിസിപ്ലിൻ എല്ലാം തന്നെ നോക്കേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്.
അടുത്തത് meet operational standards by donating information to strategic plans and procedures. അതായത് meet operational standards. നഴ്സസ് അവരവരുടെ നിലവാരത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് നമ്മൾക്കൊരു ബിസിനസ് ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത്ര പെർസെന്റേജ് റിസൾട്ട് ഇന്ന വിഭാഗത്തിൽ നമുക്ക് കിട്ടണം. അത് എല്ലാ ബിസിനസ്സും പോലെ തന്നെ ഹോസ്പിറ്റൽസ് ഓൾസോ എക്സ്പെക്ട് സം സ്റ്റാൻഡേർഡ്. അവിടുത്തെ നഴ്സസിൽ നിന്നും ഇത്ര സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലവാരത്തിലേക്ക് അവിടെ എത്തുന്നുണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാ നഴ്സസും ആ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തുന്നുണ്ടോ. അതില്ല എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യണം. മുകളിലത്തെ ആളുകളോട്, മുകളിലത്തെ അധികാരികളിലേക്ക് എത്തിക്കണം. എന്നാലേ അവരുടെ പ്ലാൻസും പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ 100 നഴ്സസ് ഉണ്ട്. അതില് 10-40 പേര് വളരെ ഇഫക്റ്റീവായിട്ട് വളരെ എന്താ പറയാ ഭയങ്കര അവരുടെ ഫുൾ ഔട്ട്പുട്ട് അവർ കൊടുത്ത് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യുന്നു. അതിന്റെ ബാക്കിയുള്ള 10-60 പേരോളം വെറുതെ അവരവരുടെ ഫുൾ ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല, അവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ലെവലിൽ പോലും ജോലി ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം. എന്നാലും കൃത്യമായിട്ടുള്ള പ്ലാനുകളും പ്രൊസീജിയേഴ്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. Then maintain nursing principles and norms, policies and procedures. നഴ്സിംഗിന്റേതായ ചില പ്രധാനപ്പെട്ട രീതികൾ, നിയമങ്ങൾ, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ ഇന്നതാണ് ഈ ഹോസ്പിറ്റലിലെ നഴ്സസുമായി ബന്ധപ്പെട്ട പോളിസീസ് ഇന്നതൊക്കെയാണ്, അതൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും അത് നിലനിർത്തണം. ആ പോളിസീസും പ്രിൻസിപ്പിൾസും അനുസരിച്ചാണ് ഈച്ച് ആൻഡ് എവറി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം. Identify patient service needs by establishing personal relationship. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി പേഷ്യന്റിന് ഏത് ആവശ്യമുണ്ടെങ്കിലും അവരുടെ സേവനങ്ങൾക്ക് പെട്ടെന്ന് ഓടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓൺ കോളിന് റെഡി ആയിരിക്കണം നഴ്സിംഗ് എന്താ പറയാ സൂപ്പർവൈസർ. അപ്പൊ ആ ഒരു രീതിയില് സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എപ്പോ വിളിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യന്റിന്റെ ഓരോ സേവനവും മനസ്സിലാക്കിയാണ് അതിനുവേണ്ടി അവര് ഓടിയെത്തേണ്ടത്. ഇനി പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. പേഷ്യൻസിന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് മനസ്സിലാക്കി ആരെ അറിയിക്കണം, മുകളിലത്തെ അവരുടെ ഹെൽത്ത് കെയർ ടീമിനെ അറിയിക്കുക. മുകളിലെ ലെവലിലേക്ക് അത് പാസ് ഓവർ ചെയ്യുക. പേഷ്യൻസിന് ഇന്ന കാര്യങ്ങളുണ്ട്, അവരിന്ന പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്, നോട്ട് സാറ്റിസ്ഫൈഡ്, പേഷ്യൻസ് ഇന്ന കാര്യത്തിൽ അവർക്ക് തൃപ്തിയില്ല. അപ്പൊ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് അറിഞ്ഞ് ആരെ അറിയിക്കുക, അവരുടെ മുകളിലുള്ള ആളുകളെ അറിയിക്കുക. മുകളിലുള്ളവരെ അറിയിച്ചാലാണ് അതിനെന്തെങ്കിലും സൊല്യൂഷൻസ് അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് അറിയിക്കുക. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കി വെക്കുക. എന്തൊക്കെ സേവനം അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക, ഡോക്യുമെന്റ് ആക്കുക. അത് ആവശ്യം വരും, പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുക അവരുടെ ഡോക്യുമെന്റ്സ്. Confirm operation of medical and administrative equipment and verify emergency equipment availability. അതായത് ഹോസ്പിറ്റൽസിന്റേതായ പല രീതിയിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റുകളും മറ്റു എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ. ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്ത് അതെല്ലാം എന്താ പറയാ അവൈലബിൾ ആണ്. ചിലപ്പോ ചില എമർജൻസി എക്യുപ്മെന്റുകളൊക്കെ അതും നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അതൊക്കെ കൺഫേം ചെയ്യേണ്ടത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അല്ല ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത് എമർജൻസി ആയിട്ട് ഇന്നൊരു എക്യുപ്മെന്റ് വരണം, പക്ഷെ അത് അവിടെ ഇല്ല, അത് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അധികാരികളെ എത്തിക്കുക. നമുക്കറിയാലോ ഹോസ്പിറ്റൽസിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചതാ. ഓക്കെ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയണം അവര് ഇറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ അല്ലെ, ആ ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാണ്. അവരറിയാതെ അവർക്കൊന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അതൊക്കെ നോക്കി അത് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റുകളും എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റുകളും വെരിഫൈ ചെയ്യുക. എമർജൻസി എക്യുപ്മെന്റുകൾ ഓൾറെഡി റെഡിലി അവൈലബിൾ ആണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. All these are the duties and responsibilities of nursing supervisor. മനസ്സിലായോ? ഓരോരുത്തർക്കും അവരവരുടേതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എല്ലാ നഴ്സസിനെയും നമുക്ക് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയായി തോന്നും. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ ഓരോ ഹൈറാർക്കിക്കൽ ലെവൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഓരോ ലെവലിലുള്ള ആളുകൾക്ക് they have their own duties and responsibilities. ഓക്കെ,
അടുത്തത് നഴ്സിംഗ് ഇൻ ചാർജ്. നഴ്സിംഗ് ഇൻ ചാർജ് എന്താണ്? നഴ്സിംഗ് ഇൻ ചാർജ് അതായത് നഴ്സസിന്റെ ചാർജ് ആണ്. ഓക്കെ, അവര് എന്താ ചെയ്യുക? സാധാരണ ചെയ്യുന്നത് സ്കെഡ്യൂൾ ആൻഡ് ഡയറക്ട് നഴ്സിംഗ് കെയർ. ഒരു സ്പെസിഫിക് വാർഡിലെ, ഒരു പ്രത്യേക വാർഡിലെ, അതാണ് ഇൻചാർജ്. ആ വാർഡിലെ ഇന്ന വാർഡിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ ഇന്ന യൂണിറ്റിന്റെ ഇൻചാർജ്, അവർക്ക് അവരുടേതായ രീതിയിലുള്ള ജോലി അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ദേ ഹാവ് ടു സ്കെഡ്യൂൾ. ആ ജോലികളെല്ലാം തന്നെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്യുക. ആ നഴ്സിംഗ് കെയർ അവിടെ എന്താണോ നടക്കുന്നത് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് എല്ലായിടത്തും എന്താ പറയാ, അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഏത് സ്ഥലത്താണ്, ഏതെങ്കിലും പർട്ടിക്കുലർ യൂണിറ്റിലായിരിക്കാം, ഏതെങ്കിലും വാർഡിലായിരിക്കാം, ഏതെങ്കിലും ഫ്ലോറിലായിരിക്കാം, എവിടെയാണോ നമുക്ക് ഇൻചാർജ് അയച്ചു തന്നിരിക്കുന്നത് അവിടുത്തെ അസൈൻ ചെയ്തിരിക്കുന്ന ജോലികൾ കൃത്യമായിട്ട് ചെയ്യാം. യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഷിഫ്റ്റ് അനുസരിച്ച് ചെയ്യാം. ഷെഡ്യൂൾ മീൻസ് അത് എന്താ പറയുക, പട്ടികപ്പെടുത്തുക എന്നൊക്കെയാണ്. അതായത് ആർക്കൊക്കെയാണ് ഡ്യൂട്ടി, എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്നുള്ളത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. കൃത്യമായിട്ട് എന്താ പറയാ, ഒരു ഇതനുസരിച്ച്, ഒരു ഫോർമുല അനുസരിച്ചിട്ട് അത് എന്താ പറയാ തയ്യാറാക്കുക. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ തന്നെയാണ് അർത്ഥം. ഓക്കെ, ഇനി മാത്രമല്ല നഴ്സിംഗ് ഇൻ ചാർജ് ആണ് എപ്പോഴും പേഷ്യൻസുമായിട്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. ഫസ്റ്റ് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ളത് നഴ്സിംഗ് ഇൻ ചാർജ് ആണ്. ഇപ്പൊ നമ്മൾ വാർഡിലൊക്കെ കണ്ടിട്ടില്ലേ, വാർഡിൽ നമ്മൾ പേഷ്യൻസ് കിടക്കുന്ന സമയത്ത് ആ വാർഡിലെ ഇൻചാർജ്, നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. നമ്മളടുത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഇൻചാർജിന്റെ അടുത്തേക്ക് ഓടി വരിക, അല്ലെങ്കിൽ അവരോടാണ് കാര്യങ്ങൾ പറയുക. അവർക്ക് പറ്റിയില്ലെങ്കിലും അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് അതിന്റെ തൊട്ട് മുകളിലുള്ള ആരുടെ അടുത്തേക്ക് പോകും? അതിന്റെ തൊട്ട് മുകളിൽ ആരാണ് അധികാരി? Nursing supervisor ആണ്. കണ്ടല്ലോ, നേരത്തെ പറഞ്ഞു, if the patient is not satisfied with the response of nursing in charge. ഇപ്പൊ നഴ്സിംഗ് ചാർജ് വന്നു, ആളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, പേഷ്യന്റിന്റേതായ എന്തെങ്കിലും കാര്യം പറഞ്ഞു, പക്ഷെ അതിൽ നിന്ന് കിട്ടിയ ഒരു സൊല്യൂഷനിൽ നമുക്ക് വലിയ തൃപ്തിയില്ല എങ്കിൽ ആർക്ക് കൊടുക്കണം? ആ തൊട്ട് മുകളിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസർക്കാണ് ഉള്ളത്. അപ്പൊ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അതിന് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്തോളാം? പെട്ടെന്ന് വന്നോളാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി പറയുമ്പോൾ നേരമേ ഞാൻ പറഞ്ഞിരുന്നു, നഴ്സിംഗ് സൂപ്പർവൈസർ റെഡി ഓൺ കോളില് അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് 24 hours വർക്കിംഗ് ഡ്യൂട്ടി ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ നഴ്സിംഗ് ഇൻ ചാർജിന്റെ പ്രത്യേകതകള്? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് നഴ്സിംഗ് ഇൻ ചാർജ് to schedule and direct the nursing care in a specific ward or unit during the assigned shift. തനിക്ക് കൊടുത്തിരിക്കുന്ന ഷിഫ്റ്റിനനുസരിച്ച് ഓരോ നഴ്സിംഗ് ഇൻചാർജും അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം? അതനുസരിച്ച് ആ അസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ അവരത് ചെയ്തോളണം, കണ്ടുപിടിച്ചോളണം. ഓക്കെ, എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മളുടെ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ?
തന്നെ വന്നോളൂ. ഹലോ, കേക്കണ്ടോ? ഹലോ, കേക്കണ്ടോ? പെട്ടെന്ന് അത് ഓഫായി പോയി, എന്താന്ന് അറിയില്ല. സോറി ട്ടാ. എന്തൊക്കെയോ പറ്റിയത്. അപ്പൊ അടുത്തത് സ്റ്റാഫ് നേഴ്സ് ആണ് അല്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കത് പ്രസന്റ് ചെയ്തേക്കുന്നത് ചിലപ്പോ കാണില്ല എന്ന് തോന്നുന്നുണ്ട്. കാണണ്ടോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? കുറച്ച് നേരത്തേക്ക് ഒരു എന്തോ പറ്റില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, ഞാൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പഴേക്കും ഒരു 2-3 മിനിറ്റ് കഴിയാണ്ടത് ഓൺ ആവില്ല എന്നാണ് ഇവിടെ ഉള്ള റിപ്പോർട്ട്. നമുക്ക് നഴ്സിംഗ് സ്റ്റാഫ് എന്താന്ന് പറയാം. സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടല്ലോ, തൽക്കാലം അത് നോക്കുക. അത് കഴിയുമ്പോൾ ഞാനത് ഓപ്പൺ ആക്കി കാണിക്കാം. ദെൻ സ്റ്റാഫ് നേഴ്സ് ആണ് കേട്ടോ. സ്റ്റാഫ് നേഴ്സ് എന്താ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സെഗ്മെന്റ് വർക്ക് ചെയ്യുന്ന, ഏറ്റവും ലാർജ് ഏരിയ കവർ ചെയ്യുന്ന ഒരു നഴ്സിംഗ് വിഭാഗമാണ് സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ തൊട്ട് മുകളിൽ സൂപ്പർവൈസറും അതുപോലെ തന്നെ എന്താ പറയുക നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഒക്കെ അവർക്ക് കുറച്ചുള്ളൂ. അതായത് 1-2 പേരൊക്കെ വീതമാണ്. അതേസമയം നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി പറഞ്ഞു കഴിഞ്ഞില്ലേ? ഓക്കെ, നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടി പറഞ്ഞില്ല അല്ലെ? ഓക്കെ, അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ അണ്ടർലൈൻ ചെയ്തോ. ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യട്ടെ. ദ പേഷ്യന്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് റെസ്പോൺസ് ആസ് ടു സ്പീക്ക് ടു ദ നഴ്സ് സൂപ്പർവൈസർ. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോഴേക്കാണ് കട്ടായി പോയത്. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് നോക്കാം. നഴ്സിംഗ് ഇൻചാർജിന്റെ ഒന്നാമത്തെ എന്താണ്? ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനെയും എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ട ജോലികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ജോലി അവർ ചെയ്യുന്നതൊക്കെ അതുമായി അതിനെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അവരെ. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. പേഷ്യൻസിന് കൊടുക്കേണ്ട സർവീസ് അത് ഹൈ ലെവലിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടേണ്ട സേവനങ്ങൾ അത് കൃത്യമായ രീതിയിൽ കമ്മിറ്റഡ് ആയിട്ട് ഓരോ നഴ്സസും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ എന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നഴ്സിംഗ് സൂപ്പർവൈസർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും അത് എന്താ പറയുക നഴ്സിംഗ് ഇൻചാർജ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് നല്ല രീതിയിലുള്ളൊരു പേഷ്യന്റ് സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ നഴ്സിംഗ് ഇൻചാർജിന് തന്നെയാണ്. പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ, ഒരു മാസത്തേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ നഴ്സസ് ആണ് ജോലി ചെയ്യുന്നത് അതിന്റെ ഒരു മാസ കണക്കുണ്ട്. മന്ത്ലി ആയിട്ട് അത്തരം റോസ്റ്റർ തയ്യാറാക്കുക. എന്നിട്ട് അത് നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറെ ഏൽപ്പിക്കുക. അവരാണ് അത് എന്താ പറയാ കൺഫേം ചെയ്യേണ്ടത്. നഴ്സിംഗ് സൂപ്പർവൈസർ അതൊക്കെ നോക്കി കൺഫേം ചെയ്യണം. എന്നിട്ട് അതിന്റെ മുകളിലുള്ള ആളുകളെ അറിയിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മന്ത്ലി റോസ്റ്റർ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, വാർഡിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. വാട്ട് എവർ തിങ്സ് ആർ ഗോയിങ് ഓൺ ഇൻ ദ വാർഡ്, വാർഡിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നോക്കുക, അന്വേഷിക്കുക, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. എന്തും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. അതായത് മെഡിക്കേഷൻസ് മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഴ്സിംഗ് ഇൻചാർജിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അവരുടെ എന്താ പറയാ ഓരോ ഫ്ലോറിലേക്കാണോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലാണ് അവർക്ക് ചാർജ് കൊടുത്തേക്കണേ. അപ്പൊ ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിൽ അല്ലെങ്കിൽ ആ ഒരു വാർഡിൽ കൊടുക്കേണ്ട മരുന്നുകൾ അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയാ എന്തെങ്കിലും മരുന്നുകളൊക്കെ ചിലപ്പോൾ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇന്ന മരുന്ന് അത് ഇന്ന നാർക്കോട്ടിക്സ് മരുന്ന് ഏതൊരു തരത്തില് ആളുകൾക്ക് സൈഡ് ഇഫക്ട് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി തയ്യാറാക്കി വെക്കുക. അപ്പൊ ഇതെല്ലാം നഴ്സിംഗ് ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആയോ? നോക്കത്തേക്ക് വന്നാന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ. ഷെയർ ചെയ്യാൻ പറ്റുന്നത് ശരിയാവും കേട്ടോ. ഇപ്പൊ കാണണ്ടോ? ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കാണണ്ടോ നോക്കിയേ. ഓക്കെ, യെസ്. ഇടയ്ക്ക് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ടാണ് ഇപ്പൊ ശരി. ഓക്കെ, അപ്പൊ സ്റ്റാഫ് നഴ്സ് ആണ് അടുത്തത്. ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കഷ്ണം എന്നൊക്കെയാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ പോർഷൻ കവർ ചെയ്യുന്ന ഒരു ഏരിയ സ്റ്റാഫ് നഴ്സുകളായിരിക്കും. ഓക്കെ, കൂടുതലും സ്റ്റാഫ് നഴ്സുകളാണുള്ളത്. അപ്പൊ സ്റ്റാഫ് നഴ്സിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ഒരു ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. ഏതെങ്കിലും ഒരു നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഉള്ള ആളുകൾക്കാണ് സ്റ്റാഫ് നഴ്സ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസിന് ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന, പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന, ഏറ്റവും ഫുൾ ടൈം അതായത് കൂടുതൽ സമയവും പേഷ്യൻസുമായിട്ടുള്ള കെയറിംഗ് ആണ് ഇവർക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളത്. പിന്നെ സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ദേ ഹാവ് ടു അസസ് ആൻഡ് ഓൾസോ മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. വന്ന് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന്റെ ഒക്കെ എന്താ പറയാ രോഗവിവരമൊക്കെ പോയി തിരക്കുക, അവരുടെ പ്രോഗ്രസ് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കുക, എന്തോരം അവർ പുരോഗമനം പ്രാപിച്ചിട്ടുണ്ട്, വന്നപ്പോൾ ഉള്ള പോലെ തന്നെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി അസസ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതൊക്കെ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ പേഷ്യൻസ് കണ്ടീഷൻ മേ ചേഞ്ച്, എമർജൻസി ആയിട്ട് പെട്ടെന്ന് പേഷ്യന്റിന്റെ ആ നില അവസ്ഥ മാറുകയാണെങ്കിൽ, കുറച്ച് വേഴ്സ്റ്റ് സിറ്റുവേഷൻസിലേക്ക് പോകുകയാണ്, കുറച്ച് എന്താ പറയാ മോശം കണ്ടീഷനിലേക്ക് പോകുകയാണെങ്കിൽ നഴ്സസ് എന്ത് ചെയ്യണം, സ്റ്റാഫ് നഴ്സസ് എന്ത് ചെയ്യണം, ഹാവ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. പെട്ടെന്ന് തന്നെ ഒന്നിലേക്ക് മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കുക. അവരുടെ കയ്യിൽ മരുന്നുകൾ അവൈലബിൾ ആയിട്ട് അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കേണ്ട ഡ്യൂട്ടിയും നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റേതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് നഴ്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽസ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക് എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞത് അതും അണ്ടർലൈൻ ചെയ്യാം. ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം എന്നുള്ളത്. പിന്നെ അടുത്തത് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ് മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രസന്റ് പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെയധികം എന്താ പറയാ മോശമായ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ നഴ്സസ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കണം, മെഡിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കുകയോ ചെയ്യുക എന്നുള്ള പെട്ടെന്നുള്ള ആക്ഷൻ എടുത്തോളണം. മനസ്സിലായ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഇതൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. നമുക്ക് സ്റ്റാഫ് നഴ്സിന്റെ എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമ്മളുടെ ആൾക്കായിരിക്കും, സ്റ്റാഫ് നഴ്സിനായിരിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് രോഗികളെ നോക്കണം, അവർക്ക് വേണ്ട മരുന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ആരും തന്നെ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും കൂടി ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് 3 നേരം ആണെങ്കിൽ 3 നേരം വന്ന് മരുന്ന് കൊടുക്കണം, അവരെ BP ചെക്ക് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാർ വരുന്നുണ്ട് തൊട്ടുതാഴെ. അന്നേരം നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ് എ സിംപത്തറ്റിക് എൻവയോൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യൻസ്, ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ്. അതായത് പേഷ്യൻസ് അവിടെ വന്ന് കിടക്കുമ്പോൾ രോഗം കൊണ്ട് വന്ന് കിടക്കുന്നവരാ അല്ലെ, അപ്പൊ അവർക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ട് കൊടുക്കണം, വ്യക്തിപരമായിട്ടുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജി മാനസികമായ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സപ്പോർട്ട്. മാറിക്കോളൂട്ട അങ്ങനെയൊക്കെ പറയാറില്ലേ നഴ്സസ് അഡ്മിറ്റ് ആയത് ഇച്ചിരി തീരെ മോശം കണ്ടീഷനിലൊക്കെ വന്നു കിടക്കുകയാണെങ്കിൽ കൂടി ഒരു ആശ്വാസ വാക്കുകൾ, അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അല്ലാണ്ട് കിടക്കുന്ന ആളോട് വേണമെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പണ്ട് കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഏത് രീതിയിലാണോ പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്നത് അത് അതിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവിടെ ഇൻഫർമേഷൻ പോകും. എപ്പം പിരിച്ചു വിടുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ അവർക്ക് പേഷ്യൻസിനായാലും അവരുടെ ഫാമിലീസിനായാലും ഫ്രണ്ട്സിനായാലും ഒരു പേഴ്സണൽ സപ്പോർട്ട് കൊടുക്കുക, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്രേ. അവരെ ശാന്തരാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അത് സ്റ്റാഫ് നഴ്സ് ചെയ്യേണ്ടതാണ്. Solve patients' problems, maintain safe and clean working environment. പേഷ്യൻസിന് ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. അതുപോലെ സേഫ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്, അവിടെയൊക്കെ വൃത്തിയും എല്ലൊക്കെ ആണ് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തിയൊക്കെ പോകേണ്ടത്. പേഷ്യൻസിന്റെ അവരെ കിടക്കുന്ന ചുറ്റുപാടുകളൊക്കെ ക്ലീൻ ആണോ, നീറ്റ് ആണോ, സേഫ് ആണോ, ഇത് ഉറപ്പുവരുത്തേണ്ടതും സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ, അവർക്ക് കൊടുക്കേണ്ട മരുന്നുകൾ അത് കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ
ചില പേഷ്യൻസിന്റെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് മെഡിസിൻസ് അതാത് സമയം കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ അത് അവിടെ കൊണ്ടുവന്നിട്ട് ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുവന്നിട്ട് ആ ടേബിളിന്റെ അടുത്ത്, അതായത് ബെഡിന്റെ അടുത്ത് ഒരു കുഞ്ഞു ടേബിളൊക്കെ ഉണ്ടാവും, അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാം. ഇത് ഇന്ന സമയത്ത് കഴിക്കണം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. അപ്പൊ മെഡിക്കേഷൻ, മരുന്നുകൾ കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസസ് ബൈ ചാർട്ടിംഗ്. ഓരോ സമയവും ഇപ്പൊ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം അല്ലെങ്കിൽ കാലത്ത് വൈകുന്നേരം ഒക്കെ പേഷ്യൻസിനെ സന്ദർശിച്ച് അവരുടെ പ്രോഗ്രസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായി ചാർട്ട് ചെയ്യുക. ഇന്ന സമയത്ത് വന്നു നോക്കി, എന്ത് നോക്കി, BP നോക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തിയോ, അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് വെക്കുക. അത് ചെയ്യേണ്ടത് സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. പേഷ്യൻസിൽ നിന്ന് എന്താ പറയാ ഒരു വിശ്വാസ്യത മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് പേഷ്യൻസ് ചിലപ്പോ വേറെ ആരോടും പറയാതെ സ്വന്തമായിട്ട് ഇത്രയും എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആര് തമ്മിൽ, നമ്മുടെ നഴ്സും സ്റ്റാഫ് നഴ്സും പേഷ്യന്റ് തമ്മിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ പറയും. കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവരോടും പോകുന്നവരോടും വന്നവരോടൊക്കെ പറയേണ്ട ആവശ്യമില്ലാത്തത് ചിലർ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ ഷുഡ് ബി കെപ്റ്റ് ആസ് കോൺഫിഡൻഷ്യൽ. അത് വിശ്വാസപൂർവ്വം തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം പറയുക. ഡോക്ടേഴ്സിനോടാണെങ്കിൽ അവരോട് മാത്രം പറയാം, അല്ലാണ്ട് എല്ലാവരോടും ചെന്ന് അത് ഘോഷിക്കേണ്ട ആവശ്യമില്ല. അത് കീപ്പ് ചെയ്യേണ്ടത് സ്റ്റാഫ് നഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. മെയിൻറ്റെയിൻ ഇൻവെന്ററി ചെക്കിംഗ്. എന്ത് ഇൻവെന്ററിയാ? അവിടുത്തെ എന്താ പറയാ നഴ്സസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻസോ അതിന്റെയൊക്കെ സ്റ്റോക്ക് ഒക്കെ നോക്കുക. സ്റ്റോക്ക് ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക് ആണ്, ഇതിന്റെ സ്റ്റോക്ക് എടുക്കുക. അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കേണ്ട എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ കൃത്യമായ കണക്കുകൾ അതൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത്രയും സ്റ്റോക്ക് ഒക്കെ അവൈലബിൾ ആണ്. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ്. ആവശ്യം വേണ്ട സമയത്ത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ നഴ്സസിന് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പൊ ടെക്നിക്കൽ നോളജ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ചില മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കാൻ എല്ലാ നഴ്സസിനും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് അതിന്റെ പ്രോഗ്രാമുകൾ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക. ആ ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്കിതെല്ലാം ഉപയോഗിക്കാൻ അറിയാം എന്നുള്ള ആ പ്രൊഫഷണലിസം. അപ്പൊ ആ മെഷീൻസ് ഉപയോഗിക്കാനോ എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യാനോ അറിയില്ലെങ്കിൽ അതിന് വേണ്ട ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ്. അപ്പൊ അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാണ്ട് അയ്യോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല, ആ ഒരു എന്താ പറയാ അത് ചെയ്യാൻ അറിയില്ലാത്തതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ് നഴ്സ്. അപ്പൊ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളിപ്പോ കണ്ടത്. ക്ലിയർ ആയോ? ഓരോരുത്തരുടെയും പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. കാരണം ഇത് ആരുടേതാണ്, ഇന്ന റെസ്പോൺസിബിലിറ്റി ആരാണ്, ഇന്ന കാര്യം ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അത്ര നിസ്സാരക്കാരനല്ല നഴ്സിംഗ് അസിസ്റ്റന്റ്. ലാസ്റ്റ് ആണെങ്കിലും നോട്ട് ദ ലീസ്റ്റ്. അത്രയും ചുരുക്കി നമ്മൾ അല്ലെങ്കിൽ ചെറുതാക്കി കാണേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ തൊട്ട് മുകളിലുള്ള നഴ്സിംഗ് എന്താ പറയാ സ്റ്റാഫ് നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വിഭാഗമാണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡിവിജ്വൽസ് ഹു വർക്ക് അണ്ടർ സ്റ്റാഫ് നഴ്സ്. സ്റ്റാഫ് നഴ്സിന്റെ താഴെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം നഴ്സിംഗ് ആണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്തായിരിക്കും സാധാരണ ചെയ്യുക? മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് സ്റ്റാഫ് നഴ്സും പേഷ്യന്റും തമ്മിലുള്ളത്. അപ്പൊ അവർക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു എന്താ പറയാ അവർക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ ആത്മീയമായിട്ടും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും അവരോട് ആ രീതിയിൽ കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അതാണ് സ്റ്റാഫ് നഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റാഫ് നഴ്സുകളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സസിന്റെ ഡ്യൂട്ടി. അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. എങ്ങനെ ഹെൽപ്പ് ചെയ്യണം? പേഷ്യൻസ് വിത്ത് ബേസിക് നീഡ്സ്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ അവരെ സഹായിക്കും. ഇപ്പൊ സ്റ്റാഫ് നഴ്സ് പറയുന്നത് ഇന്നത് ചെയ്യട്ടോ, ആ പേഷ്യന്റ് ഇന്ന കാര്യം ചെയ്യാനുണ്ട് എന്ന് ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതെന്താണെന്ന് താഴെ പറയുന്നത് അന്നേരം പറയാം. ഇനി അവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നഴ്സിംഗിലെ ഏതെങ്കിലും ഒരു 6 മാസത്തെ കോഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെ, അതൊക്കെ ചെയ്തിരിക്കുന്ന നഴ്സിംഗിൽ തന്നെ ഈ ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യാം. ഇനി എന്താണ് ഇവരുടെ ബേസിക് നീഡ്സ് നിറവേറ്റി കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഒന്ന്, ഹെൽപ്പ് പേഷ്യൻസ് ടു യൂസ് ദ ബാത്റൂം.
അല്ലെങ്കിൽ ഇപ്പൊ എന്താ നമ്മളുടെ ഈ പേഷ്യൻസിനെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹെൽപ്പേഴ്സോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോ ഫാമിലി മെമ്പേഴ്സോ ആരും ഇല്ലാതെ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് ഒന്ന് എന്താ പറയാ ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം. അത്ര എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാൻ അറിയില്ല, പറ്റില്ല. അപ്പൊ അവരൊന്ന് പിടിക്കണം. ഓക്കെ, അതന്നെ അസിസ്റ്റന്റ് നഴ്സിംഗ് ആണ്. അപ്പൊ എന്താണ്, അവരൊന്ന് പിടിച്ച് അവരെ ബാത്റൂമിലേക്ക് ഒന്ന് ലീഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അത് സ്റ്റാഫ് നഴ്സ് പറയുന്നത് ഇന്നതൊന്നും ചെയ്യണം. അപ്പൊ അത് ആളാണ് ചെയ്യേണ്ടത്. ആര്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സ് ആണ് അത് ചെയ്യേണ്ടത്. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവരെ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവരെ കുളിപ്പിച്ച് തന്നെ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ചിലപ്പോ കുളിപ്പിക്കാന്ന് പറഞ്ഞ് തുടയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും, അതായത് തുടയ്ക്കാന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ ക്ലീൻ ആക്കി വെക്കണമെങ്കിൽ മറ്റ് ആരുടെയും സഹായം ഇല്ല എങ്കിൽ സ്റ്റാഫ് നഴ്സിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ കമാൻഡോടെ എന്ത് ചെയ്യണം, നഴ്സിംഗ് അസിസ്റ്റന്റ് ആ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കണം. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്. പിന്നെന്താ, മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. അതായത് പേഷ്യൻസിനെ ഹൈജീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും അവരുടെ ബെഡൊക്കെ ഇടയ്ക്ക് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക ബെഡ് കവറോ പില്ലോ കവേഴ്സോ ഒക്കെ. അപ്പൊ ബെഡിങ് ഒക്കെ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നതും പേഷ്യൻസിനെ ഹൈജീൻ ആക്കാനും ആര് ശ്രദ്ധിക്കണം, നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ശ്രദ്ധിക്കണം. ടേൺ, റിപ്പോസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയർസ്, സീറ്റ്സ് ആൻഡ് ബെഡ്സ്. ഇനി എന്ത് ചെയ്യണം, ചിലപ്പോഴൊക്കെ പേഷ്യൻസിനെ തിരിച്ചു കിടത്തേണ്ടതുണ്ടാകാം, തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് എടുത്തേണ്ടതുണ്ടാകാം. പേഷ്യൻസിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വീൽ ചെയറിൽ ഇരുത്തേണ്ടി വരും. അതിന് വേണ്ടിയുള്ള സീറ്റ്, ബെഡ്, മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് അസിസ്റ്റന്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ കയറ്റി ചിലപ്പോൾ ഇവിടെ കിടന്നുകൊടുത്തുനിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് താഴെ ഇരുത്താനായിട്ടൊക്കെ സഹായിക്കേണ്ടി വരും, ചെയറിലേക്ക് മാറ്റാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ചിലപ്പോഴൊക്കെ അവർക്ക് കൂടെ ആരുമില്ലെങ്കിൽ അവർക്ക് മീൽസ് വരെ സെർവ് ചെയ്ത് കൊടുക്കുന്നതിന് ഫുഡ് കൊടുക്കുക, ആ ഫുഡ് കഴിക്കാനായിട്ട് അവരെ സഹായിക്കുക. മനസ്സിലായി? അവരുടെ വായിലേക്ക് എത്തുന്നത് വരെ സഹായിക്കേണ്ടി വരും. അപ്പൊ അത് ഇല്ലെങ്കിൽ, ആരും ഇല്ലെങ്കിൽ അതും ചെയ്തു കൊടുക്കേണ്ടി വരും. മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നഴ്സ് ആണ് RN എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ മറ്റേ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ കിടക്കുന്ന പേഷ്യൻസിന്റെ BP ചെക്ക് ചെയ്യുക, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യുക. അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അത് രജിസ്റ്റേർഡ് നഴ്സിനെ അതിന്റെ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇത് നമ്മളുടെ സ്റ്റാഫ് നഴ്സിന് വേണ്ടി അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയോ? സ്റ്റാഫ് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലായോ? സോറി, നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ബാക്കി നിന്നിരുന്ന കാര്യം എന്നാണ് മിസ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, നഴ്സിംഗ് അസിസ്റ്റന്റില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പിന്നെ ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ആ നഴ്സിംഗ് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. റെസ്പോൺസിബിലിറ്റീസ് RN എന്ന് എഴുതി വെച്ചേക്കാം, രജിസ്റ്റേർഡ് നഴ്സ് ആണ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മള് BP അങ്ങനെ, അതായത് ഒരു രോഗി അഡ്മിറ്റഡ് ആയി കിടക്കുന്ന സമയത്ത് അവരുടെ ടെമ്പറേച്ചർ നോക്കുക, ബ്ലഡ് പ്രഷർ നോക്കുക, ഷുഗർ ലെവലൊക്കെ, അങ്ങനെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കില്ലേ, അതിനെയാണ് നമ്മൾ വൈറ്റൽ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പൾസ് റേറ്റ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ റേറ്റ്, അതൊക്കെ നോക്കുക, അതൊക്കെ പരിശോധിക്കുക. അതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കി അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. അതാണ് വൈറ്റൽ സയൻസ്, VITAL SIGNS. അതെ, ടെമ്പറേച്ചർ ലെവല്, റെസ്പിറേറ്ററി ലെവല്, അതുപോലെ പൾസ് റേറ്റ്, ഓക്സിജൻ ലെവല്, ഇതൊക്കെ പരിശോധിക്കുക. പരിശോധിച്ച് രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ അസിസ്റ്റന്റ് നഴ്സ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇത്രയും ഭാഗം ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് തുടങ്ങി നമ്മൾ എടുത്തു. ദെൻ ഇപ്പൊ തീർന്നിട്ട് ഇനി ആരെങ്കിലും തീരാതെ ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇനി രമ്യ മിസ്സിന് മാത്രമേ ഉള്ളൂ അല്ലേ? അത്രയല്ലേ ഉള്ളൂ? ഓൾറെഡി. ഇനി അത് ബാക്കിയെടുക്കാൻ ഞാൻ വരുന്നില്ല. ഇന്നലെ ഓൾറെഡി നിങ്ങളോട് ഞാൻ വൈകും എന്താ പറയാ, ഇനി പരീക്ഷയിലെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു പോയതായിരുന്നു. അപ്പൊ വീണ്ടും ഒരു ചാപ്റ്ററിന്റെ ബാക്കിയുമായിട്ട് വരേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പൊ എന്തായാലും വന്നതല്ലേ, വന്നിട്ട് ഇനി പോകുമല്ലോ. അപ്പൊ കൂടി പറഞ്ഞേക്കാം, ഇനിയും ഇതും കൂടിയൊക്കെ ചേർത്ത് മൊത്തം പഠിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല കുട്ടികളായിട്ടൊക്കെ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കേട്ടാ. യെസ്. അപ്പൊ once again all the best.
എന്തായാലും പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ പിന്നെ അതൊരു മനസ്സിന് വിഷമം. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പോയത്, പക്ഷെ ഇന്ന് പെട്ടെന്ന് കയറി വരുന്നത് വിചാരിച്ചിട്ടുമല്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് പരീക്ഷ എഴുതണം, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. പരീക്ഷ എന്ന് പറയുന്നത് മോഡലാണെങ്കിലും നമ്മൾ അത്രയധികം സിമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ സീരിയസ് അല്ലാതെയോ കാണരുത്. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു. ടീച്ചർ വരും കേട്ടോ, രമ്യ മിസ് വരും. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ചിലപ്പോ ഒരു 5 മിനിറ്റ്, കാരണം നമ്മുടെ തീർന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ടീച്ചർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വിട്ടേക്കാം. താങ്ക് യു.